അടുത്തതായിട്ട് നമ്മൾ സ്റ്റിച്ചിങ്ങിന്റെ വീഡിയോ ആണ്. അപ്പൊ അതിലാദ്യം നമ്മൾ ബ്ലൗസിന്റെ ഫ്രണ്ട് പോർഷന്റെ ടക്കുകളാണ് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പൊ അതിനായിട്ട് നമുക്ക് ആദ്യം നമ്മൾ മെയിൻ ടക്കാണ് ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ ജസ്റ്റ് ലോക്ക് ഇട്ടതിന് ശേഷം ആ എൻഡിങ്ങിന്റെ അവിടെ എത്തുന്നതിനേക്കാളും മുമ്പ് നമുക്ക് ഒന്ന് ലോക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഓരോ ടക്കുകളും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ ബ്ലൗസിന്റെ 4 ടക്കുകളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡിലത്തെ 4 ടക്കുകൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് തയ്ക്കേണ്ടത് പട്ടയാണ്. അപ്പൊ ആ പട്ട ഞാൻ നേരത്തെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഫോൾഡ് വശമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണെന്ന്. അപ്പൊ നമ്മൾ ഈ ഫോൾഡ് വശമുള്ള പട്ടകൾ നിവർത്തി വെച്ചതിന് ശേഷം നമുക്ക് ഇതിന്റെ താഴെ ഭാഗം 1/4 ഇഞ്ച് വീതിക്ക് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ഇനിയിപ്പം നമ്മൾ പട്ട വെക്കുമ്പോൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 3 പട്ട വെക്കേണ്ട രീതി വ്യത്യാസമുണ്ട്. അപ്പം ആദ്യത്തെ പട്ട എന്ന് പറയുന്നത് ഫസ്റ്റ് പട്ട, നമ്മൾ ആദ്യം ഒരളവായിട്ട് വെട്ടിയിട്ടുണ്ടല്ലോ, ആ ഒരു അളവ് പട്ട വേണം നമുക്ക് നടുക്കില് വെച്ചു കൊടുക്കാൻ. 3-മത്തെ പട്ട മുകളില്, ആദ്യത്തെ പട്ട നടുക്കില്, അതുപോലെ തന്നെ 2-മത്തെ പട്ട എന്ന് പറയുന്നത് ഇടയിൽ പോകാനുള്ള പട്ടയാണ്. അപ്പോൾ 3, 1, 2 ആ ഓർഡറിൽ വേണം നമ്മൾ വെക്കുക. അതിനുശേഷം 1-മത്തെ പട്ടേനെ നമ്മൾ അവിടെ നിർത്തിയിട്ട് ഈ 2-മത്തെയും 3-മത്തെയും പട്ടേനെ നമ്മൾ താഴത്തേക്ക് ആക്കിയിട്ട് അവിടെയാണ് നമ്മൾ പതിച്ചെടുപ്പ് കൊടുക്കുന്നത്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 1-മത്തെ പട്ടയാണ് നമ്മൾ ബ്ലൗസിന്റെ പുറത്തേക്ക് കാണുന്ന ഭാഗം. അപ്പൊ അവിടെ നമുക്ക് താഴെ ഒരു സ്റ്റിച്ചിന്റെ ആവശ്യമില്ല. അപ്പൊ ആ ഒരു തയ്യൽ തുമ്പ് അവിടെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ പതിച്ചടിക്കുന്നത്. അതെപ്പോഴും നമ്മൾ നോക്കുക. ഈ 2-മത്തെ പട്ട എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ലൈനിങ് ബ്ലൗസ് ആണെന്നുണ്ടെങ്കിൽ ലൈനിങ് തുണി ആയിരിക്കും നമുക്ക് അവിടെ വരുന്നത്, 2-മത്തെ ഭാഗത്ത് വരുന്നത്. ആദ്യത്തെ ഭാഗം നമ്മുടെ ബോഡി നമ്മൾ കാണുന്ന ഭാഗം, 2-മത്തെ ഭാഗം ലൈനിങ് തുണി. ഇനി 3-മത്തെ പട്ട നമ്മുടെ സെയിം തുണിയാണെന്നുണ്ടെങ്കിൽ, 1-മത്തെ പട്ടയുടെ തുണിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതെടുക്കാം. എപ്പോഴും നമ്മുടെ 1-മത്തെ ഭാഗമായിരിക്കും നമ്മുടെ മെയിൻ നല്ല തുണി. സാരിയുടെ തുണിയാണെന്നുണ്ടെങ്കിൽ സാരിയുടെ തുണിയായിരിക്കും 1-മത് വരേണ്ടത്. ബാക്കിയുള്ളതൊക്കെ ഉള്ളിലേക്ക് പോകുന്ന ലൈനിങ്ങിന്റെ ഭാഗങ്ങളാണ്. ഇനി ഇത്രത്തോളം അടിച്ചതിന് ശേഷം നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള 3 സൈഡ് നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. ഇതിപ്പോ ഒരു പ്ലെയിൻ തുണിയായ കാരണം നമുക്ക് വലിയ കൺഫ്യൂഷൻ ഇല്ലാണ്ട് നമുക്ക് അടിക്കാൻ പറ്റും. പക്ഷേ നമ്മളിതൊരു പ്രിന്റഡ് തുണിയിലാണ് അടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ നല്ല വശം പൊട്ടവശം എല്ലാം നോക്കിയിട്ട് വേണം പട്ട അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ. ഇത്രയും അടിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിന്റെ കൂടുതൽ നിൽക്കുന്ന തയ്യൽ തുമ്പൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അടുത്തതായിട്ട് നമുക്ക് ഈ പട്ടകളിൽ നമ്മുടെ ടക്കിന്റെ ബോഡി പാർട്ട് ഉണ്ടല്ലോ, അവിടേക്ക് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മൾ ഇവിടെ നിന്ന് ചെരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മുടെ മെയിൻ ടക്ക് ഒന്ന് ചെരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ പട്ടയും ഈ നമ്മുടെ ബോഡി പാർട്ടും ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക. അപ്പോൾ അതിന്റെ നല്ല വശവും കൂടിയും ഒപ്പം വെച്ച് ഒരു 1/2 ഇഞ്ചിൽ നമ്മൾ തയ്യൽ തുമ്പിട്ട് നമ്മൾ അവിടെ നേരെ ഇതുപോലെ അടിച്ചു കൊടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്.
ഇപ്പൊ നമ്മളിവിടെ രണ്ടാമത്തെ സൈഡും പട്ട ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ജോയിൻ ചെയ്ത് കഴിഞ്ഞ് നമ്മളിതുപോലെ തന്നെ മെയിൻ ടക്കിന്റെ അവിടെ ഒന്ന് ശരിച്ച് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ 1/2 ഇഞ്ചിൽ നമ്മുടെ പട്ട ജോയിൻ ചെയ്യുന്നത്. അപ്പൊ നല്ല വശവും കൂടി ചേർത്ത് വെച്ച് നമ്മൾ ഇത് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മളിവിടെ രണ്ടാമത്തെ സൈഡും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ പട്ടകൾ അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് രണ്ട് സൈഡും ഇതേപോലെ നമുക്ക് കിട്ടും. ഇനി അടുത്തതായിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. അടുത്തത് നമ്മളിവിടെ ഇപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യാണ്. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ നല്ല വശം കൂടി ചേർത്തതിന് ശേഷം ഷോൾഡർ നമ്മൾ അടിച്ചു കൊടുക്കുക. അപ്പോൾ അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഫൈനൽ ലുക്ക് ഇതുപോലെ കിട്ടും.